നമ്മൾ വീടുണ്ടാക്കുമ്പോൾ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണമെന്ന് ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ട്. നമ്മൾ പലരും വീടുണ്ടാക്കുന്ന അപ്പുറത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വീടും അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളൊക്കെ നോക്കിയിട്ട് അവിടുത്തെ ടെക്നോളജി അല്ലെങ്കിൽ അവിടെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് ആ ഒരു സ്റ്റൈലിലാണ് പലരും കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇനി വരുന്ന ഒരു 30 വർഷത്തേക്കോ അല്ലെങ്കിൽ 40 വർഷത്തേക്കോ കണക്കാക്കിയിട്ടാണ് ഒരു വീടുണ്ടാക്കുക. അപ്പം നമ്മൾ ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അറിയാണ്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കുത്തിപ്പൊളിക്കേണ്ടി വരും, അപ്പോഴത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സബ്ജക്റ്റ് ആണ്. ഒരു എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് അവരുടെ എക്സ്പെർട്ടീസത്തോടു കൂടി ആവശ്യത്തിന് വീട്ടിൽ വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്തു വെക്കുക. അപ്പം നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് ആഡ് ഓൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരിക്കലും നിങ്ങളുടെ ഭിത്തി കുത്തിപ്പൊളിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നാട് ഓടുമ്പോൾ നടുവേ ഓടാതെ മുന്നേ ഓടാൻ ശ്രമിക്കുക. ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.